പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഓരോ വ്യാഴാഴ്ച കടന്നു വരുമ്പോഴും വലിയൊരു അനുഗ്രഹത്തിൻ്റെയും വലിയൊരു അഭിഷേകവും വലിയൊരു അനോയിന്റിങ്. എനിക്ക് തോന്നുന്നു ഈ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത ഈ ദൈവജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൃപയാണെന്ന് തോന്നുന്നു. ശരിക്ക് ഓരോ വ്യാഴാഴ്ചയും വരുമ്പോഴും ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെന്നില്ലാത്തൊരു ആനന്ദം. പ്രിയ സഹോദരങ്ങളെ, അത് പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാത്തതല്ല, പ്രതികൂലങ്ങൾ ഇല്ലാത്തതല്ല, പക്ഷെ അതിൻ്റെയൊക്കെ മേലെ കയറി നിൽക്കാനുള്ള ഒരു അഭിഷേകം കർത്താവ് പ്രിയ ദൈവജനത്തിന് നൽകുന്ന അഭിഷേകമാണ് ശരിക്കും എനിക്ക് തോന്നുന്നത്, എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ ഈ നിങ്ങൾക്ക് അറിയാലോ, ഈ 10 ആഴ്ചകളിൽ നമ്മുടെ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. അത് തോബിത്തിന്റെ പുസ്തകം 4:21. അവിടെ തോബിത്ത് തൻ്റെ മകനായ തോബിയാസിനോട് നൽകുന്ന ഒരു ഉപദേശമാണ്. അവിടെ വചനം പറയുകയാണ്, മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. അതായത് അവരുടെ കുടുംബം അതിസമ്പന്നമല്ല എന്നല്ല പറയുന്നത്. നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് പിന്നെ കുറച്ച് കാര്യങ്ങൾ തോബിയാസിനോട് ഉപദേശിക്കുന്നുണ്ട്. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ. ഏതാ 3 കാര്യങ്ങൾ? ഏതാ? നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം, നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. അത് പണത്തിന്റെ കാര്യം മാത്രമല്ല സഹോദരങ്ങൾ, എല്ലാ മേഖലയിലും അനുഗ്രഹം നിന്നെ തേടി വരും. ഏത് കാര്യങ്ങൾ? ഈ 3 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വലിയ ദുഃഖത്തിലും ദുരിതത്തിലൊക്കെ ആയിരിക്കുന്ന മക്കളാണെങ്കിലും നോക്കി, ഈ 3 കാര്യങ്ങൾ ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. ഈ വചനം ബൈഹാർട്ട് ചെയ്യണം. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. അതായത് അദ്ദേഹം പ്രാന്തോന്നിട്ട് ഇങ്ങനെ പറയില്ല, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യേ, നീ ലോട്ടറി എടുക്കുക, അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ ദരിദ്രരായി തീർന്നതിൽ ആദ്യം വേണ്ട, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം. രണ്ടാമത് നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. മൂന്നാമത് പറയാണ്, അവിടത്തേക്ക് പ്രീതികരമായത് നീ അനുഷ്ഠിക്കുകയും ചെയ്താൽ കുഞ്ഞെ ഉറപ്പാണ് നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഓ ദൈവമേ, ഈ വചനം കേൾക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ഒരു ചലിപ്പിക്കൽ കർത്താവേ ഈ സമയം അനുഭവമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഈ വചനത്തിന്റെ ഉൾപ്പൊരുൾ കർത്താവേ ഇത് കേൾക്കുന്ന ഓരോ മകനെ ഓരോ മകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.